ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിലേക്കാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ അടുത്തേക്കാണ്, വസാന്തം ട്രേഡേഴ്സ്. അപ്പം ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഓണറെ പരിചയപ്പെട്ടതിന് ശേഷം എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണർ സുരേഷ് സാർ നമ്മളെ കൂടെ ഉണ്ട്. ഹായ് സാർ, വണക്കം. வணக்கம், அனைவருக்கும் நமஸ்காரம். எப்படி இருக்கு? நல்லா இருக்கா? മലയാളം അറിയാം? மலையாளம் കുറച്ച്. ഓക്കെ, നമ്മളെ കമ്പനീനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. തമിഴിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ஓகே, வசாந்தம் ட்ரேடர்ஸ். நம்ம இதில் வந்து சிவிலுக்கு தேவையான கன்ஸ்ட்ரக்ஷனுக்கு தேவையான லிஃப்ட்டு, அதே மாதிரி மிக்சர்ஸு, மினி ட்ரோவல் எல்லாமே பண்ணிட்டு இருக்கோம். കേരളത്തിലേക്ക് ഇപ്പോൾ കറന്റ് സപ്ലൈ ചെയ്യുന്നു. கேரளாக்கு சப்ளை பண்ணிட்டு இருக்கிறோம். ஸோ எங்கள் ஸ்டாஃப் வந்து மலையாளம் உங்களுக்கு தெரியும். അപ്പോൾ മലയാള സ്റ്റാഫ് ഉണ്ട്. അത് ശരി. അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. இதில் எல்லாமே வந்து லேபரை மினிமைஸ் பண்ணி, அதாவது அவங்களுக்கு சப்போர்ட்டிவான ப்ராடக்ட் கொடுத்து நல்ல எஃபர்ட்லெஸ்ஸாக ஈஸியாக அந்த ப்ராடக்டை இன்னும் குவாலிட்டியாக பண்ணுறதுக்கான ப்ராடக்ட் தான். ശരി. ഓക്കെ. നന്ദി. അപ്പോൾ മലയാളി സ്റ്റാഫ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ? ഓക്കെ, താങ്ക്സ്. എന്തൊക്കെയാണ്? നാട്ടിലെവിടെയാണ്? കോട്ടയത്ത്. ഇവിടെ കുറെ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് A to Z ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? നിങ്ങൾ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കില്ലേ ഇവിടെ? അപ്പൊ നമ്മളുടെ വ്യൂവേഴ്സ് കോൺടാക്ട് ചെയ്താല് നിങ്ങൾക്ക് കറക്റ്റ് റെസ്പോൺസ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, കാരണം അവർക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചാണ്. പേരൊന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പേരെന്താ? എന്റെ പേര് നിഷ. ഓക്കെ. ഫസ്റ്റ് എന്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? നമ്മൾ ലിഫ്റ്റിംഗ് ക്രെയിൻ ആണ് ആദ്യം നോക്കുന്നത്. പവർ ലിഫ്റ്റിംഗ് ഇതാണ് അല്ലേ? ഇതിൽ എത്ര ടൈപ്പ് ഉണ്ട്? ആദ്യം തന്നെ കാണാൻ പോകുന്നത് പവർ ലിഫ്റ്റിംഗ് ആണ്. ഇത് കണ്ടില്ലേ, 4 മോഡലാണല്ലേ നമുക്ക് ഇതിൽ വരുന്നത്. ഇത് കണ്ട്, ഇതിന്റെ സ്പെക്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 300 kg വെയിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഡെമോ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ റൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്പീഡ് എങ്ങനെയാണ്? നമുക്ക് 2 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് 1 മിനിറ്റിൽ എടുക്കാൻ പറ്റും. താഴത്തോട്ട് ഇറക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ റോപ്പിന്റെ ഡയമണ്ട് എങ്ങനെയാ വരുന്നത്? 8 mm 100 feet. ഓക്കെ. പിന്നെ ഇതാണെങ്കിൽ 8 mm തന്നെ. 8 mm തന്നെയാണ് റോപ്പിന്റെ ഡയക്ക് വരുന്നത്. വെയിറ്റ് കുറച്ചുകൂടി കൂടുതലുണ്ട്. 500 കിലോ. 500 കിലോ വരെ വെയിറ്റ് ഇതിനെടുക്കാം. 1000 കിലോ വരെ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ മോട്ടറിന്റെ ബാക്കിയുള്ള കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ്? ഇതിൽ വന്ന് 2 HP മോട്ടർ. 2 HP മോട്ടറാണ് വരുന്നത്. ഓക്കെ. ഇതിപ്പം നമുക്ക് ലിഫ്റ്റ് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. സിംഗിൾ ഫേസ് അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞ 3 HP അല്ലേ? ഓക്കെ. 3 HP മോട്ടറാണ്. ഇതും സിംഗിൾ ഫേസ് ആണ് അല്ലേ? ഇതും അതുപോലെ തന്നെ 3 HP മോട്ടറാണ്, സിംഗിൾ ഫേസ് ആണ്. ഇത് 1000 കിലോ വരെ വെയിറ്റ് എടുക്കാൻ പറ്റും. ഇത് ഏറ്റവും വലുതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താലോ? ഓക്കെ. നമ്മളിത് വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇത് ചെയിനൊക്കെ നല്ല സ്ട്രോങ് അല്ലേ? ഇതിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ? ഓക്കെ. സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ലോക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സേഫ്റ്റി ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ലോക്ക് ഉണ്ട്. ഓക്കെ. ഇതാണ് ഐറ്റം. ഇത് കണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത് വന്ന് ട്രോളി നമുക്ക് ഈ ക്രെയിനിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ട്രോളി നമുക്ക് 360 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാൻ പറ്റും. ഓക്കെ. പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? എനിക്ക് കോൾ ചെയ്താൽ മതി. എന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ. ശരി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എന്താ കാണാൻ പോകുന്നത്? അടുത്ത മിക്സർ. ഓക്കെ. ഇത് വന്ന് മിനി മിക്സർ ആണ്. 200 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് വന്ന് 3 മിനിറ്റിൽ 126 പ്രാവശ്യം മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും വലിയ മെഷീൻസ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ്? അത് വന്ന് നമുക്ക് ഒരേ ഇടത്ത് തന്നെ വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇതാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോകാം. എവിടേക്ക് വേണമെങ്കിലും ഏത് ഫ്ലോറിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മളെ വലിയ മെഷീനിൽ യൂസ് ചെയ്യുന്ന പോലെ ഫുൾ ബാഗ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാൽ ബാഗ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എത്ര ടൈപ്സിൽ വരുന്നുണ്ട്? 2 ടൈപ്പാണ് വരുന്നത്. ഓക്കെ. പിന്നെ എത്ര HP മോട്ടറാണ് ഇത്? 1 HP മോട്ടർ. സിംഗിൾ ഫേസ് ആണ് അല്ലേ? ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിതാ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, 360 റൊട്ടേഷൻ ആണ്. 1 HP മോട്ടർ അല്ലേ? ഓക്കെ. കണ്ടോ, സൂപ്പർ. ഇതിനെങ്ങനെ പ്രൈസ് വരിക? പ്രൈസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സാപ്പിൽ വിളിച്ചാൽ മതിയല്ലോ? നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കെ. ഇത് വന്ന് 220
kg കപ്പാസിറ്റി ഉള്ള മിക്സറാണിത്. നിങ്ങൾ നേരത്തെ 2 ടൈപ്പ് പറഞ്ഞു. 200, ഇത് 220. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 360 റൊട്ടേഷൻ അല്ലല്ലേ? അല്ല, ഈ ആംഗിളിൽ മാത്രം കറങ്ങും. അതെ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന് കൊട്ട് എങ്ങനെയാണ്? ഇങ്ങനെ എടുത്തോണ്ട് പോയി ഇങ്ങനെ ഈസി യൂസ്. ഓക്കെ ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടോർ കപ്പാസിറ്റി എല്ലാം കറക്റ്റ് ആണല്ലേ? 1 HP മോട്ടോർ. 1 HP മോട്ടറാണ്. ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ലേ, വസാന്തം ട്രേഡേഴ്സിൽ ഇതാ ഈ ഒരു കമ്പി വളയ്ക്കുന്ന മെഷീൻ അവൈലബിൾ ആണ്. ഇതിൽ എത്ര ടൈപ്പ് ഇருக்கு? 2 ടൈപ്പ് ഇருக்கு. 2 ടൈപ്പ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. 3 ഫേസും വരുന്നുണ്ട്, സിംഗിൾ ഫേസും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിൽ 40 mm വരേക്കും ബെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റിയ. വേറെ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെന്താണ്? എർത്താക്കർ, കുഴിയെടുക്കുന്ന മെഷീൻ. ഓക്കെ, ഇതിന്റെ ബ്ലേഡിന്റെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? 2 അടി കുഴി എടുക്കാൻ പറ്റും. 10 ഇഞ്ച് ബ്ലേഡ്. 10 ഇഞ്ച് ബ്ലേഡ് ആണ് വരുന്നത്. 2.5 അടിക്ക് കുഴി എടുക്കാം. പെട്രോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ. 2 സ്ട്രോക്ക് എഞ്ചിൻ ആണല്ലേ? 10 ഇഞ്ച് ബ്ലേഡ്. ഓക്കെ, ഇതിന്റെ ഫീറ്റ് എങ്ങനെയാണ് വരുന്നത്? 2.5 അടിക്ക് കുഴി തോണ്ടാം. 2.5 അടി കുഴി എടുക്കാൻ പറ്റും. ഇനി സപ്പോസ് നമുക്ക് ലെങ്ത് ചെയ്യണമെങ്കിൽ കൂട്ടാം. അതിനും വേറെ ബ്ലേഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണ് ഈ ഒരു ഐറ്റം? സ്ക്രീഡ് വൈബ്രേറ്റിംഗ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, രണ്ടുമേ പണിറോം. ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് വരിക? ഇത് എനിക്ക് എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എന്നെ വിളിച്ചാൽ മതി. ഇത് വന്ന് 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ലേ? ശരി ശരി. ഇതെന്തിനു യൂസ് ചെയ്യുന്ന മെഷീനാണ്? ഇത് വന്ന് തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ ഓക്കെ. ഇത് എത്ര HP മോട്ടറാണ്? 5 HP 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. ഇത് വന്ന് മിനി ട്രോവൽ. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ചെറുതാണ്. നമ്മൾ തന്നെ കൈകൊണ്ട് തേക്കുന്ന മെഷീനാണ്. ഓക്കെ ഓക്കെ. പഴയ കത്തി ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വന്ന് 6 ടൈപ്പ് നമ്മൾ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോട്ടറിന്റെ. ഇത് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാവും. നല്ല പക്ക ഫിനിഷിംഗ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിന് എത്ര സ്പീഡ് വരുന്നുണ്ട്? ഓക്കെ, 6 സ്പീഡാണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഇതിൽ ലൈറ്റ് ഉണ്ട്, ഇതിൽ ലൈറ്റ് ഇല്ല. ആദ്യം കാണിച്ചതില്ലേ ആ വലിയ മെഷീൻ, അതിൽ അതേപോലെ തന്നെ ഇത് ചെറുത്. നമ്മൾ ഇത് തനിയെ ഫ്ലോറിനും ഇത് യൂസ് ചെയ്യാം. ശരി ശരി. ഓക്കെ, ഫ്ലോറിൽ യൂസ് ചെയ്യുന്നതാണല്ലേ? ബാക്കി നമ്മളത് സ്പീഡും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 6 സ്പീഡ്. ശരി ശരി. നമുക്ക് അടുത്ത് എന്താണ് കാണിക്കാനുള്ളത് പ്രൊഡക്റ്റ്? ആദ്യം നമ്മൾ കാണിച്ചില്ലേ ക്രെയിൻ, അതിൽ രണ്ടാമത്തെ മോഡൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലെന്താണ് വ്യത്യാസം വരുന്നത്? അത് ആദ്യം കാണിച്ചത് വന്ന് നോൺ അഡ്ജസ്റ്റബിൾ. ഇത് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലെ ബൂം ഉണ്ടല്ലോ, ഇതിന്റെ താഴത്തോട്ടും മേലോട്ടും ആക്കണമെങ്കിൽ അവിടെ 3 അഡ്ജസ്റ്റ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 അഡ്ജസ്റ്റ് പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പറും അഡ്രസ്സൊക്കെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. അപ്പൊ കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ അവര് ഫോണിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടില്ലേ? ഓക്കെ.